ഇന്നത്തെ മുഖ്യമന്ത്രി ഞാൻ പ്രതീക്ഷയുള്ള ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളായി പറയുകയാണെങ്കിൽ ഞാനൊരു പ്രതീക്ഷയുള്ള ആളാണ്. കാരണം അദ്ദേഹം ഇപ്പോഴേ പറഞ്ഞു ഇത് ആളുകളെ പേടിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. 2013 അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ലെങ്കിൽ 2013 ഡാം കുഴപ്പമുണ്ടായിരുന്നു. 11 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡാമിന്റെ കുഴപ്പമൊക്കെ തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു ഗ്രാവിറ്റി ഡാം തകരുന്നതിന് 2 കാരണങ്ങളാണ് സാങ്കേതികമായി പറയാൻ കഴിയുക. ആ 2 കാരണങ്ങൾ, ഒന്ന് അതിവർഷമാണ്. വളരെ പെട്ടെന്ന് അതിവർഷം ഉണ്ടാവുകയും വെള്ളം ഡാമിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടെ വരികയും ഡാം കവിയുകയും ചെയ്താൽ പിന്നെ ഡാമില്ലല്ലോ. പിന്നെ പുഴയല്ലേ, ഡാമും പുഴയും ഒന്നാണല്ലോ. അതാണ് ഒരു സാധ്യത. കേരളം സമർപ്പിച്ചത് ഡൽഹി IIT പഠിച്ചപ്പോ 70 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഇതിന്റെ ആവാഹ പ്രദേശത്ത് പെയ്താൽ, ഒരു ദിവസം പെയ്താൽ ഈ ഡാം കവിയും. കാരണം അവിടുന്ന് എടുക്കാൻ കഴിയുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം അവിടേക്ക് വരും. ഒരു റിപ്പോർട്ട് കൊടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് ടൂർക്കി IIT റിപ്പോർട്ട്. രണ്ടാമത്തെ കാരണം ഭൂചലനമാണ്. രണ്ടാമത്തെ റീസൺ ഈ വർഷം ഭൂചലനത്തിൽ അവർ പറഞ്ഞൊരു കാര്യം, ഭൂചലനം വന്നാൽ ഏത് ഡാമും പൊളി, യാതൊരു സംശയമില്ല. കാരണം ഭൂമി വിണ്ടുപോകും, അല്ലെങ്കിൽ അനങ്ങി പോകും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ തകർന്നു പോകും. നമ്മുടെ വീടൊക്കെ വീഴുന്ന പോലെ തന്നെ ഡാമും തകരാം. അത് കോൺക്രീറ്റ് ഡാമും തകരാം ഭൂചലനം. അങ്ങനെ വരുമ്പോൾ അവിടെ 6.5 റിച്ചർ സ്കെയിലിൽ കൂടുതൽ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകരും. ഇത് റൂർക്കിയുടെ കണ്ടെത്തലാണ്. നല്ല സ്ഥാപനങ്ങൾ. പക്ഷെ ഈ പഠനത്തിന് 2 കുഴപ്പമുണ്ട്. ഒന്ന്, ഒരു കേസ് നിലനിൽക്കുമ്പോൾ 2 പാർട്ടികൾ തമ്മിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ഒരു പാർട്ടി ഏകപക്ഷീയമായ ഒരു ഏജൻസി ഏൽപ്പിച്ച് പഠനം നടത്തിയാൽ ആ പഠന റിപ്പോർട്ടിന് ഒരു വിലയില്ല. ഞാനും താങ്കൾ തമ്മിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ ഞാനൊരു സയന്റിസ്റ്റിനെ വിളിച്ചുകൊണ്ട് ഇതാന്ന് പറയാൻ പറ്റില്ല. അതിന് കോടതി നിയോഗിക്കണം. കോടതി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റിസ് KT തോമസും അടക്കമുള്ള എക്സ്പെർട്ട് കമ്മിറ്റിയും അല്ലെങ്കിൽ സുപ്രീം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പഠനം നടത്തിയിട്ട് ഇത് കണ്ടെത്തുകയാണെങ്കിൽ ശരിയാണ്. ഒന്ന്. അപ്പൊ ഈ സാധ്യതയുണ്ടോ, ഇത്രയും വർഷത്തിന് സാധ്യതയുണ്ടോ, ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി. അതുകൊണ്ട് സുപ്രീം കോടതി ആ റിപ്പോർട്ടുകൾ സ്വീകരിച്ചതേയില്ല. സ്വീകരിക്കില്ല സുപ്രീം കോടതി. സുപ്രീം കോടതി തള്ളി. കാരണം തള്ളുന്നതിന് കാരണം ഇതാണ്. അത് വേണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടേണ്ടിയിരുന്നത്, നമ്മൾ പഠിച്ച റിപ്പോർട്ട് പറയല്ല, സുപ്രീം കോടതിയോട് ഏതെങ്കിലും ഏജൻസിയെ വെച്ച് പഠിക്കണം എന്ന് പറയണമായിരുന്നു. നമ്മൾ ആവശ്യപ്പെടണം. സുപ്രീം കോടതി ആവശ്യപ്പെട്ട ഒരു പഠനം വേണ്ടത് നമ്മളൊരു പഠനം ഉണ്ടാക്കിക്കൊണ്ട് അവർ വിശ്വസിക്കില്ല. അത് ലീഗലി വാലിഡ് അല്ല. അത് കിട്ടും. മൂന്നാമത് അടുത്ത വിഷയം, ഇതിന്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഒന്ന് ഈ 2 കാര്യങ്ങളാണ് ഇതിന്റെ ഈ പഠനത്തിന്റെ പ്രശ്നം. ഒന്ന് അവര് പറഞ്ഞിട്ടല്ല. രണ്ടാമത്തെ വിഷയം, 6.5 റിച്ചർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടായാൽ, ഇടുക്കിയിൽ ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ മാത്രമാണോ പൊട്ടുക? മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ചെറുതോണി പൊട്ടിക്കൂടെ? കുളമാവ് ഡാം പൊട്ടിക്കൂടെ? കല്ലാർകുട്ടി പൊട്ടിക്കൂടെ? ഇടുക്കി ആർച്ച് ഡാമിന് സാധ്യത കുറെ കൂടി കുറവാണ്. ഭൂചലനത്തിന് അത്ര സാധ്യതയില്ല. പക്ഷെ ഇടുക്കിയിൽ 14 ലാർജ് ഡാംസ് ഉണ്ട്. എന്നുവെച്ചാൽ 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഡാമിനെയാണ് ലാർജ് ഡാം എന്ന് പറയുന്നത്. അതിന്റെ നിർവചനത്തിൽ 14 ലാർജ് ഡാംസ് ഇടുക്കിയുടെ ഹൈറേഞ്ചിൽ. ഇതിൽ ഏത് ഡാം പൊട്ടിയാലും മുല്ലപ്പെരിയാറിനേക്കാൾ കൂടുതൽ കുഴപ്പമാണ്. കാരണം ഇതെല്ലാം മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഡാമാണ്. അപ്പോ ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. എങ്ങനെ മറുപടി പറയാം? അതുപോലെ തന്നെ അതിവർഷം വന്നാലും നമുക്കറിയാം ഇതിലേത് ഡാമാണ് സർവൈവ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് വളരെ എളുപ്പമായിരുന്നു റിപ്പോർട്ട് തരണം. കാരണം ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഒരു കേസ് ജയിക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കിയ സുപ്രീം കോടതി തള്ളിക്കളയും. സാർ, ഈ 2 റൂർക്കിയിലെയും ഡൽഹിയിലെയും ഈ സർവകലാശാലകളെ പിന്നെ റിപ്പോർട്ട് തേടിയത് തമിഴ്നാട് ഗവൺമെന്റ് ആണോ അതേ നമ്മളാണോ സാർ? കേരളം തേടിയതാണ് വലിയ പ്രശ്നം. തമിഴ്നാടാണ് തേടിയെങ്കിൽ നമുക്ക് പറയാലോ നിങ്ങളുടെ റിപ്പോർട്ടാണ്. അപ്പൊ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത പോയിന്റ്, മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. ഏത് ഡാമിന് സംഭവിക്കാം? മോർവി ഡാം സംഭവിക്കും. നമ്മൾ പറയാറുണ്ട് മോർവി ഡാം അങ്ങനെ തകർന്നിട്ടുണ്ടല്ലേ സാർ? അല്ലാതെ തകർന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ പഴയ പോലെ ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും പറയുന്ന പോലെ ഒരു സുർക്കി ഡാം അല്ല ഇപ്പോ. അത് പണിത കാലത്ത് അങ്ങനെയാണെങ്കിൽ പണിത ഡാമേ അല്ല ഇപ്പൊ. ആ ഡാമിന് ഒരുപാട് അതിനിടയിലേക്ക് അതിന് റീഇൻഫോഴ്സ്മെന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ട്, ഇരുമ്പിന്റെ ചെങ്ങല കൊണ്ട് റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ട്, നെറ്റ് കൊണ്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ട്.
ഇത് നോക്കിക്കൊണ്ടാണ് ഈ ഡാം സേഫ് ആണ് എന്ന് സുപ്രീം കോടതിയുടെ എക്സ്പെർട്ട് കമ്മിറ്റി വിധിച്ചത്. അതാണ് സുപ്രീം കോടതി ജലനിരപ്പ് ഉയർത്തിക്കോളാൻ പറഞ്ഞത്. മനസ്സിലായോ? അല്ലെങ്കിൽ സുപ്രീം കോടതി പറയില്ലല്ലോ. 79 കുറയ്ക്കാൻ പറഞ്ഞ ജലനിരപ്പ് ഈ 40 വർഷം കഴിയുമ്പോ എങ്ങനെയാ കൂട്ടാൻ പറയാ? പറ്റില്ലല്ലോ. 30 വർഷം കൂട്ടാൻ പറ്റും. അപ്പൊ ഇവർക്ക് ബോധ്യപ്പെട്ടു ഇതിങ്ങനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അത് കുറെ ഒരു പരിധി വരെ ശരിയുമാണ്. ഡാം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കുറെ കൊല്ലങ്ങളായി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡാം ഏതെങ്കിലും അർത്ഥത്തിൽ പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്തുണ്ടാകും എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തകരാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ സാർ, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്? മറ്റ് ഡാമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുല്ലപ്പെരിയാറിന് മാത്രമായി പൊട്ടാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതാണ് എന്റെ ഒരു നിലപാട്. ശരി സാർ. ഇനി അതവിടെ നിൽക്കട്ടെ. അടുത്ത പ്രശ്നം, അതുകൊണ്ട് തന്നെ അതിൽ ഭീതി ഉണ്ടാക്കണ്ട, അതിന് പരിഹാരം വേണം. അത് വേറെ വിഷയം. ഈ 999 വർഷം കരാറുള്ള ഒരു ഡാം അങ്ങനെ നിന്നു പോകണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ പൊട്ടും. അവിടെയാണ് എന്റെ പ്രശ്നം. 2011 ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇടത് വലത് BJP എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഡാം ഇപ്പൊ പൊട്ടുന്ന ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഇപ്പൊ പൊട്ടുന്ന ഒരു ഡാമിന് എന്നെങ്കിലും വരുന്നൊരു പുതിയ ഡാം പരിഹാരമാവും? മനസ്സിലായി? ഇപ്പൊ പൊട്ടുന്ന പറഞ്ഞൊരു ഡാമിന് ഇപ്പൊ പുതിയ ഡാം പണിയലാണോ പരിഹാരം? പുതിയ ഡാം പണിയാന്ന് പറഞ്ഞാൽ വീട് മാറണ മാതിരിയല്ല, എളുപ്പമല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ളതിനേക്കാളും വ്യാസം എടുത്തുകൊണ്ട് പൊക്കത്തിലൊക്കെ തന്നെയാണ് അടുത്ത ഡാം കിട്ടേണ്ടത്. അത് വേണം, ഒരുപാട് പെർമിഷൻ വേണം, തമിഴ്നാടും കേരളമായിട്ടുള്ള എഗ്രിമെന്റ് വേണം, അതിന് ലീഗാലിറ്റി വേണം, കരാറ് വേണം, ഒക്കെ വേണം. ഇതെല്ലാം വന്ന് ഈ പറഞ്ഞ പരിസ്ഥിതി അനുമതിയും കിട്ടി ഇതെല്ലാം കഴിഞ്ഞ് നിർമ്മിച്ചു വരുമ്പോൾ പോലും നമുക്കൊരു 20-25 വർഷമെങ്കിലും മിനിമം ഇപ്പൊ നമ്മളൊക്കെ സമ്മതിച്ചാലും. അപ്പൊ 25 വർഷത്തിനകത്ത് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായല്ലോ അല്ലെ? പുതിയ ഡാം വരുന്നവരെ പൊട്ടില്ലാന്ന്. പുതിയ ഡാം പണിയണമെന്ന് പറയുന്ന എന്റെ ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, ഈ ഡാം ഇപ്പൊ പൊട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, അല്ലെങ്കിൽ പുതിയ ഡാം പണിയെന്ന് പറയും. പുതിയ ഡാം പണിയുടെ നേരം പൊട്ടുകയാണെങ്കിലോ പുതിയ ഡാമിന്റെ പണി അതോടെ അവസാനിക്കും. ഇനി ഇത് പൊട്ടിയാൽ അത് കേരളത്തിന്റെ പ്രശ്നം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യത്തെ 4 പഞ്ചായത്തുകളാണ്. അത് പൊട്ടുമ്പോൾ അതിൽ എത്ര വെള്ളമുണ്ട്, അത് ഫുള്ളാണോ, 136 ആണോ, 142 ആണോ, അത് പൊട്ടുമ്പോൾ എത്ര വെള്ളം പുറത്തേക്ക് വരും, അത് ഏത് ഡയറക്ഷനിൽ വരും? 4 പഞ്ചായത്തുകൾക്ക് വലിയ ഭീഷണിയുണ്ട്, ഒരു സംശയമില്ല. 40 ലക്ഷം ആളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോ എനിക്ക് അഭിപ്രായ വ്യത്യാസവും. കാരണം ഈ വെള്ളം നേരെ വരുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. 4 മണിക്കൂറോളം എടുക്കുന്നതാണ് പറയുന്നത് ഒഴുകാൻ. ഓക്കെ, അതിപ്പോ നമ്മൾ കണ്ടതാണല്ലോ ഉരുൾപൊട്ടി വന്നപ്പോ എങ്ങനെയാണ്. അതേപോലെയാണ് വരിക, പ്രതീക്ഷിച്ചാൽ മതി. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ച് ഇടുക്കിയിലേക്ക് ഒഴുകി വരികയാണെങ്കിൽ നമ്മൾ ചൂരൽമലയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കണ്ട വെള്ളരിമലയിൽ നിന്ന് മുണ്ടക്കൈ വഴി ചൂരൽമല വഴി സൂചിപ്പാറ വരെ വന്ന അതേ സ്പീഡിലാണ് മണ്ണും വെള്ളവും വീടും ആളും മരങ്ങളും എല്ലാം കൂടി ഒലിച്ചു വരിക. വഴിയുള്ളത് മുഴുവൻ കൊണ്ടാണ് പോരുക. ഇതൊരു ഉരുൾപൊട്ടൽ പോലെ തന്നെയാണ് വരിക. ഉരുൾപൊട്ടലിനേക്കാൾ വലിയൊരു ഉരുൾപൊട്ടൽ. അത് വരുമ്പോൾ ഇടുക്കി ഡാം അത് താങ്ങുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇത് വരുന്നതുകൊണ്ട് അവിടെയാണ് ആ സമയത്ത് ഇടുക്കി ഡാമിൽ എത്ര വെള്ളമുണ്ട്, ആ സമയത്ത് ഇടുക്കി ഡാമിന്റെ കണ്ടീഷൻ എന്താണ്, താഴെ എത്ര വെള്ളമുണ്ട്, മഴ ഇവിടെ കൂടുതലുള്ള സമയമാണോ, ഇവിടെ മഴ കുറവുള്ള സമയത്താണോ? ഉദാഹരണത്തിന് ഇവിടെ മഴ കുറവുള്ള സമയത്താണെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടാൽ ഇടുക്കി അടിയന്തരമായി ചെറുതോണിയുടെ 4 അന്ന് തുറന്നു വിട്ട പോലെ 6 ഷട്ടറുകൾ തുറന്നു വിട്ടാൽ, 4-6 ഷട്ടറുകൾ തുറന്നു വിട്ടാൽ ഇവിടെ താഴെ മഴയില്ലാന്ന് വെക്കുക. മഴയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് കൊടുത്ത് അതിന്റെ തീരത്തുള്ള ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ആലുവ വെള്ളം കൂടും, അത് വരും. പെരിയാറിൽ വെള്ളം കൂടും, പെരുമ്പാവൂർ വെള്ളം കൂടും, കൂടിക്കോട്ടെ. പക്ഷെ ആ വെള്ളം ഒഴുകിപ്പോകും. അപ്പൊ ചെറുതോണി ഡാം തുറന്ന് അവിടുന്ന് വരുന്ന വെള്ളത്തിന് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ചെറുതോണി ഇടുക്കി റിസർവോയറിലെ വെള്ളത്തിന്റെ നിരപ്പ് കൺട്രോൾ ചെയ്യാൻ ഇന്ന് സംവിധാനമുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ 4 മണിക്കൂറുണ്ട്. പക്ഷെ ഇടുക്കി ഡാം ഫുള്ളായി നിൽക്കുകയാണെങ്കിലോ 2018 പോലെ ഇടുക്കി ഡാം ഫുള്ളായി നിൽക്കുന്നു. അന്ന് ആഗസ്റ്റിൽ നമ്മൾ കണ്ടതാണല്ലോ. ആഗസ്റ്റ് ഫുള്ളായി നിൽക്കുന്ന സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അപകട സാധ്യതയുണ്ട്, ഒരു സംശയമില്ല. ഞാനിപ്പോ ഇഫ് ഓർ ബട്ട് എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമ്മൾ രോഗിയെ കൊണ്ടുവന്നാൽ ഡോക്ടർ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായതുകൊണ്ട്
അപ്പൊ ഇടുക്കി ഡാമിൽ നിറയെ വെള്ളമാണെങ്കിൽ ഒരു 60-70% വെള്ളമേ ഇടുക്കി ഡാമിൽ ഉള്ളുവെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇടുക്കി ഡാം രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ, ചെറുതോണിയുടെ ഷട്ടർ തുറന്നു വിടാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ ഇടുക്കി ഡാം ഇത് താങ്ങിയേക്കും. അപ്പോൾ ഈ പറയുന്ന 40 ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ല. ഇടുക്കി ഡാമിന് വരെ തകരാറ് പറ്റും, അത് വേറെ പ്രശ്നം, അത് ഞാൻ അത് പോയി. പക്ഷെ തമിഴ്നാടിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഈ ഡാം പോയാൽ അവർ കഴിഞ്ഞ 100-120 വർഷമായി 130 വർഷമായി അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ആ കൃഷി ചെയ്യുന്ന ഭൂമിയിലെ മുഴുവൻ കൃഷിയും അവസാനിക്കും തമിഴ്നാട്ടിൽ. പിന്നെ ഇതങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പിന്നെ പുതിയ ഡാം കെട്ടാൻ നമ്മൾ സമ്മതിക്കും? ആരെങ്കിലും സമ്മതിക്കും? പുതിയ ഡാം കെട്ടാനായിട്ട് അവർക്ക് വരാൻ പറ്റുമോ? അപ്പൊ പുതിയ ഡാം പിന്നെ അവർക്ക് ഡാമില്ല. ഇടുക്കി മുല്ലപ്പെരിയാർ എന്നൊരു ഡാമേ ഇല്ലാതാവും, അല്ലെ? അതാണ് സംഭവിക്കുക. ഈ റിസ്ക് തമിഴ്നാട് എടുക്കുമോ? ഈ ഡാം പൊട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ റിസ്ക് ആദ്യം അവരല്ലേ കാണണ്ടേ? കാരണം ഞങ്ങൾക്ക് പിന്നെ ജീവിതകാലത്തിൽ വെള്ളമില്ല. 6 ജില്ലകളാണ് നമ്മളെ മാതിരിയല്ല വെള്ളത്തോടുള്ള ഒരു സമീപനം. ആ ജില്ലകളിൽ വെള്ളമില്ലാതാവും, കൃഷി ഇല്ലാതാവും. പക്ഷേ സാർ അത് അവര് പറയുമോ സാർ? അത് അവര് പറയുമോ? അവരെന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് കഷ്ടല്ലേ? ഈ മുല്ലപ്പെരിയാർ ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവർക്ക്. മുല്ലപ്പെരിയാറിലെ വെള്ളം അവരുടെ ജലമാണ് തന്നെയാണ് അവർ പറയുന്നത്. അത് ശരിയാണത്. നമുക്ക് ഉണ്ണാനുള്ള അരി കൂടി അവരുണ്ടാക്കുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടാണ്. ഈ പച്ചക്കറി തേനിയിലും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരെടുത്തോട്ടെ, നമ്മളെടുത്ത പച്ചക്കറി ഒന്നും ഉണ്ടാക്കില്ല, അവരുണ്ടാക്കിക്കോളും. ഞാൻ പറഞ്ഞത് എനിക്കൊന്നും പറഞ്ഞത് അവരിത്തിരി ഉണ്ടാക്കിക്കോട്ടെ, എന്നാലേ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നം. അവിടെ പച്ചക്കറി ഇല്ലാണ്ടായ ഇവിടെ പച്ചക്കറിക്ക് വില കൂടും. അപ്പൊ അതവിടെ നിൽക്കട്ടെ, പ്രശ്നം അതല്ല. തമിഴ്നാട് എന്തുകൊണ്ടാണ് ഒരു ചാൻസ് എടുക്കാത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവരെന്ന് ഞാൻ കണക്കാക്കുന്നത് ഈ വിഷയത്തിൽ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ വെള്ളം കിട്ടും. കേരളത്തിൽ ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ, അത് നേരിട്ടാൽ മതി. ഒരു ദിവസം അതിന്റെ തകരാറിൽ രക്ഷപ്പെട്ടാൽ, ആ രാത്രി രക്ഷപ്പെട്ടാൽ കേരളം രക്ഷപ്പെടും. പക്ഷെ തമിഴ്നാട് പിന്നെ 800 വർഷത്തേക്ക് തമിഴ്നാടിന് ഒന്നുമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. അവർക്ക് വെള്ളം കിട്ടാൻ ഒരു വഴിയില്ല. അല്ലെങ്കിൽ കാലാവസ്ഥ അങ്ങനെ മാറി മഴ മുഴുവൻ തമിഴ്നാട്ടിൽ പോയി. അതൊന്നും ഇപ്പൊ തൽക്കാലം സാധ്യത. അപ്പൊ എന്ത് പറ്റും? തമിഴ്നാട് അത് ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് തമിഴ്നാട് അത് ആവശ്യപ്പെടുന്നില്ല? ലാസ്റ്റ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഇതിന് സൊല്യൂഷൻ എന്താണ്? ഏത് പഴയ ഡാമിനും നമ്മൾ പറയുന്നത് ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡാം അടച്ചു പൂട്ടാന്നല്ല. ഡാമിലെ ജലനിരപ്പ് പതിയായി കുറച്ചു കൊണ്ടുവരിക. പഴയ ഡാം അമേരിക്കയിൽ ഏതാണ്ട് 3000 ഡാംസ് ഇതിനകം ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡാമിന് വേറെ പ്രോബ്ലം ഉണ്ട്, അതിപ്പോ നമ്മൾ ഇതിൽ വേണ്ട വേറെ സ്ഥലത്ത് പറയാം. ഡാമുകൾ ഇപ്പൊ പുതിയ ഡാമൊന്നും ലോകത്തിൽ ആരും നിർമ്മിക്കുന്നില്ല. ഇവിടെ തന്നെ ആതിരപ്പള്ളിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എത്ര കൊല്ലായി നമുക്കറിയാം. ആതിരപ്പള്ളി ഒരു ഡാം കെട്ടാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എത്ര കൊല്ലായി, അതിന് പെർമിഷൻ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. വലിയ ഡാം. അപ്പോ ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുകയും അവിടെ നിന്ന് നമ്മളത് കൊടുത്ത, ഞാൻ സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്ത ഹർജി അതാണ്. നേരത്തെ പറഞ്ഞില്ലേ 2014 ഞാൻ കൊടുത്ത ഹർജി. ഇതിന്റെ മാത്രമല്ല, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ അടക്കമുള്ള ഒരുപാട് സാങ്കേതിക വിദഗ്ധരുമായി ആലോചിച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. 50 അടി ഉയരത്തിൽ, ഇപ്പൊ 124 എന്നുള്ള ഒരു ടണൽ പൈപ്പ് ഇട്ടേക്കണേ, അത് താത്തി 50 അടി ഉയരത്തിൽ നിന്ന് വെള്ളമെടുക്കാം. ഇത് മലയാണ്, ഒരു ടണലിടണം. മലയിൽ ഒരു ടണലിൽ 1-2 പൈപ്പ് ഇട്ടാൽ തമിഴ്നാടിന് ഈ വെള്ളം കൊണ്ടുപോകാം. ആകെയുള്ള ഒരു കാര്യം തമിഴ്നാട് അവരുടെ സ്റ്റോറേജ് ഉണ്ടാക്കണമെന്ന് മാത്രം. കാവേരി കരാറിൽ പറഞ്ഞൊരു കാര്യം അതാണ്. ഞാൻ കാവേരി കരാറിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, കർണാടകയിൽ നിന്ന് ഞങ്ങള് വെള്ളം തരാം തമിഴ്നാട്, പക്ഷെ സ്റ്റോർ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ സ്റ്റോർ ചെയ്യും. ഞങ്ങളുടെ അവിടെ ഡാം ഒന്നും കേട്ടാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും തമിഴ്നാട്ടിനോട് നമ്മൾ പറയേണ്ടത്, ഞങ്ങൾ വെള്ളം തരാം, കുഴപ്പമില്ല, ഈ ലെവലൊന്ന് കുറച്ചു തരണം. നിങ്ങൾ 104 അടിയിൽ നിന്ന് നിങ്ങൾക്ക് പൈപ്പ് ഇട്ടാൽ നിങ്ങളുടെ വൈകാതെ അവർക്ക് ഇപ്പൊ തന്നെ 2-3 സ്റ്റോറേജുകൾ ഉണ്ട്. ആ സ്റ്റോറേജുകളിൽ നിങ്ങൾ കൊണ്ടുപോയി വെള്ളം സ്റ്റോർ ചെയ്യുക. ഇവിടെ നിറയുമ്പോൾ 104 അടിയിൽ കൂടുതൽ വരാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ വെള്ളം 104 അടിയിൽ നിന്നാൽ ഡാം ഇനി പൊട്ടി തകർന്ന് ബോംബ് ഇട്ടാലും കുഴപ്പമില്ല. താഴേക്ക് മലയാണ്, ഒഴുകി വരില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഡീകമ്മീഷൻ ചെയ്ത ഡാമിൽ നിന്ന് വിടുന്ന വെള്ളം അപ്പോൾ തമിഴ്നാടിന് കൊണ്ടുപോകുന്ന ആ ടണൽ സൊല്യൂഷനാണ് നമ്മൾ കൊടുത്തത്. സുപ്രീം കോടതി 2 പരിഹാര മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പുതിയ ഡാം, ഒന്ന് ടണൽ. ഈ 2 നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും 2 സർക്കാരുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് 2014 വിധി. എന്റെ നിർദ്ദേശം, ഞാൻ കൊടുത്ത ഹർജിയിലെ നിർദ്ദേശം കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട്.
ഈ വിധിയുടെ 150, 152 പേജുകളിൽ ജഡ്ജി പറയുന്നത് സെക്കൻഡ് ആൾട്ടർനേറ്റീവ് എന്നാണ്. രണ്ടാം ബദൽ. ഒന്നാം ബദൽ പുതിയ ഡാമാണ്. രണ്ടാം ബദൽ ഈ ടണലാണ്. ഈ ഓപ്ഷൻ നിങ്ങൾ സാങ്കേതിക സമിതി പരിശോധിച്ചു, അവർക്ക് അംഗീകരിച്ചു. പക്ഷെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ എന്താ പറയാ അപ്രൂവൽസിന്റെ ഒന്നും ആവശ്യമില്ല, പെർമിഷൻസിന്റെ ആവശ്യമില്ല. നേരിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റേതാണെങ്കിൽ പുതിയ ഡാമാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ നടന്നാലും കിട്ടില്ല. അപ്പൊ അവസാനിപ്പിക്കും. അപ്പൊ ഈ സൊല്യൂഷൻ അവിടെ ഉണ്ട്, സൊല്യൂഷൻ ഇല്ലാത്തതല്ല. പക്ഷേ ഈ സൊല്യൂഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് അത് അത്ര ലളിതമല്ല. രാഷ്ട്രീയ നേതാക്കൾ പുതിയ ഡാം വേണം, പുതിയ ഡാം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കാരണം അവർക്ക് അതിനേക്കാളൊക്കെ പ്രധാനം ഇത് പറയും. ഇത് ഒരു പക്ഷേ കേരളത്തിൽ വീണ്ടും വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ ഖനിയാണ് കേരളത്തിൽ. എങ്ങനെയാണെന്നറിയോ? നേരിട്ടല്ല. അവിടെയാണ് നമ്മൾ കുമിളിയിലെ ടൂറിസം ബോട്ടിംഗ് നടത്തുന്നത്. കുമിളിയിലെ ടൂറിസത്തിന്റെ അടിസ്ഥാനം ബോട്ടിംഗ് ആണ്. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും രാവിലെ മൃഗങ്ങളെ കാണാൻ ബോട്ടിൽ പോണത്. ആ ബോട്ട് നടത്തണമെങ്കിൽ മുല്ലപ്പെരിയാർ ബോട്ടിംഗ് നടത്തണം. അത് പല പുറത്തുണ്ടാവും. മുല്ലപ്പെരിയാർ എന്ന് ഇപ്പൊ നമ്മൾ തർക്കിക്കുന്ന ഡാമിലാണ് ബോട്ടിംഗ് നടത്തുന്നത്. അതിൽ വെള്ളം 104 അടിയിലേക്ക് പോയാൽ ബോട്ടിംഗ് നടക്കില്ല. കുമിളിയിലെ ബോട്ടിംഗ് നടന്നില്ലെങ്കിൽ അവിടെ കുറെ ബിസിനസ് താല്പര്യക്കാരുണ്ട്. ഞാൻ ബോട്ടിംഗ് മോശമെന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ 40 ലക്ഷം ആളുകളുടെ ജീവനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കുമിളിയിലെ 4 ബോട്ട് ഓടിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ആ കുമിളിയിലെ ബോട്ട് ഓടിക്കേണ്ട അപ്പൊ തിരുമുല്ലപ്പെരിയാർ വിഷയം. അപ്പൊ അതിന് ജലം താത്തിയാൽ മതി. പക്ഷെ അതിന്റെ ലോബി വളരെ ശക്തമാണ്. ഇപ്പോൾ തന്നെ തമിഴ്നാടിന്റെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തമിഴ്നാടിന്റെ സ്ഥലത്ത് കുറെ കാട് വെച്ചു, കുറെ നമ്മൾ കയ്യേറി. തമിഴ്നാട് 152 അടിയിലേക്ക് വന്നാൽ കുമിളി ടൗണിന്റെ പകുതി മുങ്ങും. കാരണം 152 അടിയിലേക്ക് പോകാനാണ് അവർ ഹർജി കൊടുത്തേക്കുന്നത്. ആ ഹർജി അനുവദിച്ചാൽ മാക്സിമം ലെവലിലേക്ക് പോകാൻ അനുവദിച്ചാൽ നിൽക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ സമയം കൂടുതലെടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവൻ വെച്ച് കാട് വെട്ടാനും പുതിയ ഡാം പണിയാനും അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കാനും അല്ല വേണ്ടത്. ഇന്നത്തെ മുഖ്യമന്ത്രി ഞാൻ പ്രതീക്ഷയുള്ള ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളായി പറയുകയാണെങ്കിൽ ഞാനൊരു പ്രതീക്ഷയുള്ള ആളാണ്. കാരണം അദ്ദേഹം ഇപ്പോഴേ പറഞ്ഞു ഇത് ആളുകളെ പേടിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. 2013 അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിലും 2013 ഡാം കുഴപ്പമുണ്ടായിരുന്നു. 11 വർഷം കഴിഞ്ഞപ്പോൾ ആ ഡാമിന്റെ കുഴപ്പമൊക്കെ തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. തമിഴ്നാടുമായി ഇപ്പൊ ഏറ്റവും നല്ല രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കാലമാണ് കേരളവും തമിഴ്നാടും. ബായ് ബായ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റും എന്ന ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ. ഈ ടണൽ പോലെയുള്ള ഒരു പരിഹാരത്തിലേക്ക് പോയാൽ നമുക്കതിന് ഉത്തരവുണ്ടാവും. അങ്ങനെ ആവട്ടെ. ഓക്കെ സാർ. ഓക്കെ.